Hello everyone, welcome to Jupiter Plus One Commerce and Humanities channel. It's me and Nafi. അപ്പോൾ നമ്മൾ ഹിസ്റ്ററിയുടെ എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. അപ്പോൾ നമ്മൾ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ള പേരിൽ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഈ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ നമ്മൾ രണ്ട് ചാപ്റ്റേഴ്സിനെ കൂട്ടിച്ചേർത്ത് ഒറ്റ വീഡിയോയിൽ നമ്മൾ പറയും. ആ രണ്ട് ചാപ്റ്ററിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അതിലിങ്ങനെ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇത് മാത്രം പഠിച്ചാൽ പോരാ, നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കൂടി പഠിക്കണം. ഈ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ എന്താ, ഏറ്റവും കൂടുതൽ തവണ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീണ്ടും ഞാൻ ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്, ഇത് മാത്രം പഠിച്ചാൽ പോരാ, ലൈവിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ കൂടി പഠിക്കണം. പക്ഷേ ഇത് നിങ്ങൾ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് റൈറ്റിംഗ് ആൻഡ് സിറ്റി ലൈഫ് എന്ന് പറയുന്ന മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ ചാപ്റ്റർ ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ പ്ലസ് വൺ ഹിസ്റ്ററിയിൽ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്? ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക കേട്ടോ. പ്ലസ് വൺ ഹിസ്റ്ററിയിൽ എത്ര ചാപ്റ്റേഴ്സ് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് മെസപ്പൊട്ടോമിയ. മെസപ്പൊട്ടോമിയയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ വിശദീകരിക്കാൻ 4 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ മെസപ്പൊട്ടോമിയയുടെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അഥവാ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ചോദിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുന്നത്. മെസപ്പൊട്ടോമിയയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ചോദിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾ 2 മാർക്ക് ചോദിച്ചാൽ ഇത് മാത്രം എഴുതിയാൽ മതി. 4 മാർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ള എക്സ്പ്ലനേഷൻ എഴുതണം കേട്ടോ. അപ്പോൾ എന്താണ് മെസപ്പൊട്ടോമിയയുടെ നോർത്ത് ഈസ്റ്റ് സൈഡ്, വടക്ക് കിഴക്ക് ഭാഗത്ത് എന്താണ്, അഗ്രികൾച്ചർ അഥവാ കൃഷിയാണ് അല്ലേ. കൃഷിക്ക് അനുയോജ്യമായ പ്ലെയിൻ അഥവാ സമതല പ്രദേശമാണ്. നല്ല എക്കൽ മണ്ണുള്ള അലൂവിയൽ സോയിലുള്ള സമതല പ്രദേശമാണ് എവിടെയുള്ളത്, നോർത്ത് ഈസ്റ്റ് അഥവാ വടക്ക് കിഴക്ക് ഭാഗത്തുള്ളത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, കൃഷി ചെയ്യുന്നു കേട്ടോ. മെസപ്പൊട്ടോമിയയുടെ നോർത്ത് ഈസ്റ്റ് അഥവാ വടക്ക് കിഴക്ക് ഭാഗത്ത് എന്താണ്, കൃഷി ചെയ്യുന്നുണ്ട്. അതിന് അനുയോജ്യമായ സോയിൽ, എക്കൽ മണ്ണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇനി മെസപ്പൊട്ടോമിയയുടെ നോർത്ത് അഥവാ വടക്ക് ഭാഗത്ത് എന്താണ്, ഗ്രാസ് ലാൻഡ് അഥവാ പുൽമേടുകളാണ്. സ്റ്റെപ്പി എന്ന് വിളിക്കുന്ന പുൽമേടുകൾ, കന്നുകാലികളെ മേയ്ക്കാൻ പറ്റിയ പുൽമേടുകളാണ് എവിടെയുള്ളത്, വടക്ക് ഭാഗത്തുള്ളത്. ഇനി ഈസ്റ്റ് അഥവാ തെക്ക് ഭാഗത്ത് എന്താണുള്ളത്, ട്രിബ്യൂട്ടറീസ് ഓഫ് ദി റിവർ ടൈഗ്രീസ് അല്ലേ. ടൈഗ്രീസ് നദിയുടെ പോഷക നദികളാണ് എവിടെയുള്ളത്, ഈസ്റ്റ് അഥവാ കിഴക്ക് ഭാഗത്തുള്ളത്. ആ ഭാഗത്ത് കൂടിയാണ് മെസപ്പൊട്ടോമിയയിലേക്കുള്ള ബോട്ടുകളും കപ്പലുകളൊക്കെ എത്തിയിരുന്നത് കേട്ടോ. ആൻഡ് സൗത്ത് തെക്ക് ഭാഗത്ത് എന്നാൽ ഡെസേർട്ടാണ്. അവിടെയാണ് മെസപ്പൊട്ടോമിയൻ സിറ്റീസ്, മെസപ്പൊട്ടോമിയയിലെ നഗരങ്ങൾ ഉണ്ടായത്. അപ്പോൾ 2 മാർക്ക് ചോദിച്ചാൽ ഇത് മാത്രം ചെയ്താൽ, 4 മാർക്ക് ചോദിച്ചാൽ ഈ ഒരു എക്സ്പ്ലനേഷൻ അടക്കം ചേർത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഞാനിവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്തത്, എക്സ്പ്ലനേഷൻ ആക്കി കൊടുത്തത് കേട്ടോ. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസപ്പൊട്ടോമിയ. മെസപ്പൊട്ടോമിയയുടെ എഴുത്ത് വിദ്യയെ കുറിച്ചിട്ട് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചാണ്. എസ്സേ മാത്രമല്ല 4 മാർക്കിനും 6 മാർക്കിനൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു ക്വസ്റ്റിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസപ്പൊട്ടോമിയ ഇതിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്തേ. എന്താണ് മെസപ്പൊട്ടോമിയയുടെ എഴുത്ത് വിദ്യയുടെ പേര് ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്തേ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്, nafi.edupod. നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റഡി ടിപ്പ് വേണം, എന്തെങ്കിലും മോട്ടിവേഷൻ വേണം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലാണ്, ഒഫീഷ്യൽ പേജാണ്. നിങ്ങൾ ഇതൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇതിലേക്ക് മെസ്സേജ് ഒക്കെ അയക്കാൻ ഞാനിങ്ങനെ ഒഴിവിനനുസരിച്ച് ഇങ്ങനെ റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ nafi.edupod എന്താണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലാണ് കേട്ടോ. ഓക്കെ, അടുത്തത് എന്താ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താ വരിക, നമുക്കറിയാം ക്യൂനിഫോം ആണല്ലേ. ഈ മെസപ്പൊട്ടോമിയയുടെ റൈറ്റിംഗ് സിസ്റ്റത്തെ വിളിക്കുന്ന പേരെന്താണ്, ക്യൂനിഫോം എന്നാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാൽ കേട്ടോ. അപ്പോൾ ക്യൂനിഫോം ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ്സ് ക്യൂനസ് ആൻഡ് ഫോമ. ക്യൂനസ് ആൻഡ് ഫോമ എന്ന് പറയുന്ന 2 ലാറ്റിൻ വാക്കുകൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായത്, ക്യൂനിഫോം എന്ന ഇംഗ്ലീഷ് വാക്ക് ഉണ്ടായത്. അപ്പോൾ ക്യൂനിഫോം എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾ, പകരം എന്താണ് ഇതേപോലെ തന്നെ സിമ്പിൾസ് അഥവാ ചിഹ്നങ്ങളാണ് കേട്ടോ. ക്യൂനിഫോം എന്ന് പറഞ്ഞാൽ എന്തല്ല, അക്ഷരങ്ങളല്ല, ഇതേപോലെ എന്താണ്, സിമ്പിൾസ് അഥവാ ചിഹ്നങ്ങളാണ്. ഇതേപോലുള്ള ചിഹ്നങ്ങളാണ് എന്ത്, ശരിക്കും ക്യൂനിഫോം എന്ന് പറഞ്ഞാൽ. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ക്യൂനിഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, ചിഹ്നങ്ങളാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ ചിഹ്നം, കടുവക്കൊരു ചിഹ്നം, ആനക്കൊരു ചിഹ്നം, ബോട്ടിനൊരു ചിഹ്നം, ഓരോന്നിനും അവർ ഓരോരോ ചിഹ്നങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. സോ അറൗണ്ട് 3200 BC അല്ലേ, 3200 BC എന്ത് ചെയ്തത്, ഈ ഒരു എഴുത്ത് വിദ്യ ആരംഭിച്ചത്. ട്രാൻസാക്ഷൻ ഓഫ് റെക്കോർഡ്സ്, 2 ആളുകൾ തമ്മിലുള്ള ഇടപാടുകൾ സൂക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ഞാനും നിങ്ങളും തമ്മിലൊരു ഇടപാടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളും വേറെ ആരും തമ്മിലൊരു ഇടപാടുണ്ട്, കടം വാങ്ങിയ ഇടപാടൊക്കെ ഉണ്ടെങ്കിൽ ആ ഇടപാടുകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് എഴുതിയത്, ഈ ഒരു ക്യൂനിഫോം സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുന്നത് മെസപ്പൊട്ടോമിയസ് റോട്ട് ഓൺ ദ ടാബ്ലറ്റ്സ് ഓഫ് ക്ലേ, കളിമൺ ഫലകങ്ങൾക്ക് മുകളിൽ. ശ്രദ്ധിക്കുന്നത് എന്താണ്, കളിമണ്ണിൻ്റെ ഫലകങ്ങൾക്ക് മുകളിൽ, വെറ്റിക്കളെ നനഞ്ഞ കളിമണ്ണിൻ്റെ ഫലകങ്ങൾക്ക് മുകളിൽ ഇതേപോലുള്ള റീഡ് ഉപയോഗിച്ചിട്ട് അവർ എഴുതാണ് ചെയ്തത്. ഇതിട്ട് എന്ത് ചെയ്യും, ഈ ക്ലേ എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, വെയിലത്ത് വെച്ചിട്ട് ഉണക്കുകയാണ് ചെയ്യുക. ഈ രീതിയിലാണ് എഴുതിയിരുന്നത്, മെസപ്പൊട്ടോമിയൻസ് എഴുതിയിരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, മെസപ്പൊട്ടോമിയൻസ് റോട്ട് ഓൺ ദ വെറ്റ് ടാബ്ലറ്റ്സ് ഓഫ് ക്ലേ, നനഞ്ഞ കളിമൺ ഫലകത്തിൻ്റെ മുകളിൽ എഴുതുകയാണ് ഇവർ ചെയ്യുന്നത്. എന്ത് ചെയ്യും, വെയിലത്ത് വെച്ച് ഉണക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു തവണ ഉണക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും, ഓരോ ഇടപാടിനും ഓരോരോ ടാബ്ലറ്റ് വേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ടാബ്ലറ്റ്സ് അവിടുന്ന് കണ്ടെത്താൻ സാധിച്ചത് കേട്ടോ. പിന്നെ മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ
ഏറ്റവും സ്കില്ല് വേണ്ട ഒരു ജോബായിരുന്നത് ക്യൂണിഫോം റൈറ്റിംഗ്. ക്യൂണിഫോമിൽ എഴുതാന്ന് പറഞ്ഞാൽ എന്താ, അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ സ്കില്ല് വേണ്ട ഒരു ജോബായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഏറ്റവും സാലറി കിട്ടിയിരുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോബായിരുന്നു ഈ ക്യൂണിഫോം റൈറ്റിംഗ്. കാരണം എന്ത് ചെയ്യണം, ഒരുപാട് ചിഹ്നങ്ങൾ പഠിക്കണം, ഈ കളിമണ്ണിൻ്റെ മുകളിൽ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യണം, ഈ സാധനങ്ങൾ എഴുതി തീർക്കണം, അങ്ങനെ ഒരുപാട് പണികൾ ഉണ്ടായിരുന്നു. എന്തിനൊക്കെയാണ് ഈ ഒരു ക്യൂണിഫോം സിസ്റ്റം യൂസ് ചെയ്തിരുന്നത്? റെക്കോർഡ്സ്, രേഖകൾ സൂക്ഷിക്കാൻ, ഡിക്ഷണറീസ്, നിഘണ്ടുകൾ നിർമ്മിക്കാൻ, ഗിവൻ ലീഗൽ വാലിഡിറ്റി ടു ലാൻഡ് ട്രാൻസ്ഫേഴ്സിലെ ഭൂമി കൈമാറ്റത്തിന് നിയമപരമായ സാധുത നൽകാൻ, നരേറ്റിംഗ് ദ ഡീഡ്സ് ഓഫ് കിങ്, രാജാക്കന്മാരുടെ പ്രവൃത്തികൾ വിവരിക്കാൻ, അനൗൺസ് ദ ചേഞ്ചസ് എ കിങ് ഹാഡ് മെയ്ഡ് ഇൻ ദ കസ്റ്റമറി ലോസ് ഓഫ് ദി ലാൻഡ്, രാജ്യത്തെ രാജാവ് ആചാര നിയമങ്ങൾ വരുത്തിയ മാറ്റങ്ങൾ പ്രഖ്യാപിക്കാൻ, സ്റ്റോറിംഗ് ഇൻഫർമേഷൻ ആൻഡ് സെൻഡിങ് മെസ്സേജിൽ, വിവരങ്ങൾ സൂക്ഷിക്കാനും സന്ദേശങ്ങൾ അയക്കാൻ, ഇതിനൊക്കെ നമ്മൾ എന്ത് ഉപയോഗിച്ചിരുന്നു? ക്യൂണിഫോം ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഈ ഒരു ഹോംവർക്ക് ആണ്. നെയിം എനി ടു മെസപ്പൊട്ടോമി സിറ്റീസ്. ഏതെങ്കിലും 2 മെസപ്പൊട്ടോമി നഗരങ്ങളുടെ പേര് ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഇനി അടുത്തത് മാരി, ദ സിറ്റി ഓഫ് മാരി. മാരിയുടെ ഫീച്ചേഴ്സ് ഒരുപാട് തവണ 4 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. മാരിയുടെ ഫീച്ചേഴ്സ് പഠിച്ചു വെക്കണേ. എന്താണ് മാരി? മാരി ഇസ് എ സിറ്റി ദാറ്റ് സിറ്റുവേറ്റഡ് ഇൻ ദ പ്രൈം പൊസിഷൻ ഓഫ് യൂഫ്രട്ടീസ്. യൂഫ്രട്ടീസ് നദിയുടെ മധ്യഭാഗത്തായിട്ട് കണ്ടിരുന്ന ഒരു നഗരമായിരുന്നു ശരിക്കും എന്തെന്ന് പറഞ്ഞാൽ മാരി എന്ന് പറഞ്ഞു കേട്ടോ. മാരി എന്ന് പറഞ്ഞാൽ എന്താ, യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു സിറ്റി ആയിരുന്നു എന്ത്, മാരി എന്ന് പറഞ്ഞാൽ. അപ്പം മാരി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ദ ഗേറ്റ് വേ ടു മെസപ്പൊട്ടോമിയ. മെസപ്പൊട്ടോമിയയിലേക്കുള്ള ഒരു ഗേറ്റ് ആണ്. മെസപ്പൊട്ടോമിയയിലേക്കുള്ള ഒരു എൻട്രി പോയിന്റ് ആയിരുന്നു ശരിക്കും എന്തെന്ന് പറഞ്ഞാൽ മാരി എന്ന് പറഞ്ഞാൽ. അതായത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ മെസപ്പൊട്ടോമിയയിലേക്ക് ടിന്നും ലെഡും ഒക്കെ ആയിട്ട് വരുന്ന ബോട്ടുകൾ എന്ത് ചെയ്യും? മാരിയിൽ നിർത്തിയിടും. അങ്ങനെ മാരിയിലേക്ക് എന്ത് ചെയ്യും? ഈ ബോട്ടുകൾ സദേൺ സിറ്റീസ്, തെക്കൻ ഭാഗത്തേക്ക് വരുന്ന ബോട്ടുകളൊക്കെ മാരി നിർത്തിയിടും. മാരിയിൽ ഓഫീസേഴ്സ് എന്ത് ചെയ്യും? ഇത് ഇൻസ്പെക്ട് ചെയ്യും. ഈ ബോട്ടിൽ എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെ സാധനങ്ങളാണ് ഈ ബോട്ടിലുള്ളത്, അവർ എന്ത് ചെയ്യും? ഇൻസ്പെക്ട് ചെയ്യും. അങ്ങനെ ഇൻസ്പെക്ട് ചെയ്തതിന് ശേഷം അതിലുള്ള സാധനങ്ങളുടെ 1/10 എന്ത് ചെയ്യും? ടാക്സ് ആയിട്ട് ഇവർ കളക്ട് ചെയ്യും. അങ്ങനെ ഈ ടാക്സ് കളക്ട് ചെയ്യുന്ന ഒരു സെൻറ്റർ ആയിരുന്നു ശരിക്കും എന്ത്, മാരി എന്ന് പറയും. അങ്ങനെ ഈ ടാക്സ് കളക്ട് ചെയ്ത് ആ ടാക്സിലൂടെയാണ് എന്ത് ചെയ്തത്? ഈ മാരിക്കുള്ള വരുമാനം കിട്ടിയത്. അങ്ങനെ ആ വരുമാനം ഉപയോഗിച്ചിട്ടാണ് മാരി എന്തായിട്ട് മാറിയത്? ഒരു പ്രോസ്പെറസ് സിറ്റി അഥവാ ഒരു അടിപൊളി സിറ്റി ആയിട്ട് മാറിയത് കേട്ടോ. പിന്നെ 4 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കോൺട്രിബ്യൂഷൻ ഓഫ് മെസപ്പൊട്ടോമിയ. മെസപ്പൊട്ടോമിയയുടെ സംഭാവനകൾ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ്? ടൈം കാൽക്കുലേഷനിലും മാത്തമാറ്റിക്സിലും ഗണിതശാസ്ത്രത്തിലും സമയം കണക്കാക്കലിലും മെസപ്പൊട്ടോമിയയുടെ സംഭാവനകൾ എന്തൊക്കെയാണ്? അപ്പോൾ ശ്രദ്ധിക്കണേ, മെസപ്പൊട്ടോമിയ സയൻസിലും അതേപോലെ മാത്തമാറ്റിക്സിലും ഒരുപാട് സംഭാവനകൾ കൊടുത്തിട്ടുള്ള ആളുകളാണ് ആര്? മെസപ്പൊട്ടോമിയൻസ് എന്ന് പറഞ്ഞു കേട്ടോ. അതായത് മാത്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, സ്ക്വയർ റൂട്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതായത് ഗുണനം, ഹരണം, വിഭജനം, കൂട്ടുപലിശ, ഇതിൻ്റെ ഒക്കെ ബേസിക് ആയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് ആരാണ്? മെസപ്പൊട്ടോമിയൻസ് ആണ്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അത് മാത്രമല്ല, അതേ ഇൻവെൻറ്റഡ് കാലണ്ടർ ബേസ്ഡ് ഓൺ ദി റെവല്യൂഷൻ ഓഫ് ദി മൂൺ അറൗണ്ട് ദി എർത്തിലെ, ഭൂമിക്ക് ചുറ്റും എങ്ങനെയാണ് ചന്ദ്രൻ കറങ്ങുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ എന്ത് ചെയ്തു? ഒരു കാലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കലണ്ടറിൽ 12 മാസങ്ങളായിരുന്നു. ഓരോ മാസങ്ങളിലും 4 ആഴ്ചയായിരുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് എന്ത്, മേജർ കോൺട്രിബ്യൂഷൻ ഓഫ് മെസപ്പൊട്ടോമിയ കേട്ടോ. പിന്നെ മെസപ്പൊട്ടോമിയക്കാർ എന്താണ്? സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സസിലെ ചന്ദ്ര സൂര്യ ഗ്രഹണങ്ങൾ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യുകയും അതിൻ്റെ ഡേറ്റും സമയവും കറക്റ്റായിട്ട് നോട്ട് ചെയ്യുകയും അത് അന്നുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് കറക്റ്റായിട്ട് പഠിക്കുകയും ചെയ്തിരുന്ന ആളായിരുന്നു ആര്? മെസപ്പൊട്ടോമിയൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ റോമൻ എംപയറിനെ കുറിച്ചിട്ടുള്ള എംപയർ അക്രോസ് 3 കോണ്ടിനെന്റ്സ് ഉള്ള 2ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഇതിൽ ഈ ഒരു മാത്സ് ഫോളോയിങ്ങിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക കേട്ടോ. ഇത് ഈ ചാപ്റ്റർ 4 മാർക്കിന് എക്സാമിന് ചോദിച്ചൊരു മാത്സ് ഫോളോയിങ് ആണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഇനി ഒരുപാട് തവണ 4 മാർക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ സോഷ്യൽ ഗ്രൂപ്പ് ഓഫ് ഏർലി റോമൻ എംപയർ ഡിസ്ക്രൈബ്ഡ് ബൈ ടാസിറ്റസ്. ടാസിറ്റസ് വിവരിച്ച ആദ്യകാല റോമൻ സമൂഹത്തിലെ വിവിധ ഗ്രൂപ്പുകളെ കുറിച്ച് വിവരിക്കാനാണ്. അപ്പോൾ റോമൻ എംപയറിൽ എന്തുണ്ടായിരുന്നു? 5 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും ടോപ്പിൽ ആരാണ്? സെനറ്റേഴ്സ് ആണ്. അപ്പോൾ ഏറ്റവും മുകളിൽ ആരാണ്? സെനറ്റർമാരാണ്. അവർക്ക് താഴെ ആരാണ്? നൈറ്റ്സ് അല്ലെങ്കിൽ പ്രഭുക്കന്മാരാണ്. അവർക്ക് താഴെ ആരാണ്? മിഡിൽ ക്ലാസ് അഥവാ മധ്യവർഗ്ഗമാണ്. അവർക്ക് താഴെ ആരാണ്? ഹ്യൂമിലിയോറസ് ആണ്. ഏറ്റവും താഴെ ആരാണ്? സ്ലേവ്സ് അഥവാ അടിമകളാണ്. അപ്പോൾ നിങ്ങൾ 2 മാർക്ക് ചോദിച്ചാൽ ഇത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. റോമിലെ സോഷ്യൽ ഗ്രൂപ്പ്, സാമൂഹിക വിഭാഗങ്ങളെക്കുറിച്ച് 2 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ഇത് മാത്രം ആഡ് ചെയ്യുക. ഇനി 4 മാർക്ക് ചോദിച്ചാൽ എന്ത് ചെയ്യണം? നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കണം. അവിടുത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഗ്രൂപ്പ് ആരായിരുന്നു? സെനറ്റർമാരായിരുന്നു. അവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ വെൽത്ത്, സ്വത്തുണ്ടായിരുന്നതും അവിടുത്തെ മൊത്തം കാര്യങ്ങൾ കൺട്രോൾ ചെയ്തിരുന്ന ആരായിരുന്നു? സെനറ്റർമാരായിരുന്നു. രണ്ടാമത് നൈറ്റ്സ് ആണ്. ഇവരാരാണ്? നോബിൾസ് അഥവാ പ്രഭുക്കന്മാർ. അവർ സ്വന്തമായിട്ട് ഭൂമിയൊക്കെ ഉണ്ടായിരുന്ന, ടാക്സ് കളക്ട് ചെയ്യാൻ, നികുതി പിരിക്കാൻ അധികാരം ഉണ്ടായിരുന്ന ആളുകളായിരുന്നു ആര്? ഈ നോബിൾസ് എന്ന് പറയുന്നത്. അവർക്ക് താഴെ മിഡിൽ ക്ലാസ് പറഞ്ഞാൽ ഈ വ്യാപാരികൾ, കർഷകർ, അതേപോലെ ഈ ഒരു ഓഫീസേഴ്സ്, ഉദ്യോഗസ്ഥർ, പട്ടാളക്കാർ, അവരൊക്കെ ആയിരുന്നു എന്തിലുണ്ടായിരുന്നത്? മിഡിൽ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. പിന്നെ അടുത്തത് ഹ്യൂമിലിയോറസ് അല്ലെങ്കിൽ ലോവർ ക്ലാസ് ആണ്. ഇവരാണ് എന്ത് ഈ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന ആളുകൾ, പിന്നെ ഈ കൃഷിക്കാരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ ജോലിക്കാരായിട്ടുള്ള ആളുകളായിരുന്നു എന്തിലുണ്ടായിരുന്നത്? ഹ്യൂമിലിയോറസിലുണ്ടായിരുന്നു. അവർക്കും താഴെ ഉണ്ടായിരുന്ന ഗ്രൂപ്പായിരുന്നു ആര്? സ്ലേവ്സ് അഥവാ അടിമകൾ കേട്ടോ. പഠിച്ചു വെച്ചോ.
അടുത്തത് തേർഡ് സെഞ്ചുറി ക്രൈസിസ്, 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചതാണ്. തേർഡ് സെഞ്ചുറി ക്രൈസിസ് അഥവാ 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി. എന്താണ് തേർഡ് സെഞ്ചുറി ക്രൈസിസ് പറഞ്ഞാൽ, റോമിൽ തേർഡ് സെഞ്ചുറി ആയപ്പോൾ 3-ാം നൂറ്റാണ്ടായപ്പോൾ റോമിൽ ചില പ്രശ്നങ്ങളുണ്ടായി. ഒന്നാമത്തെ പ്രശ്നമാണ് ഇറാനൊരു പുതിയ രാജവംശം വന്നു. ആ രാജവംശത്തിൻ്റെ പേരാണ് എന്ത്? സസാനി ഡൈനാസ്റ്റി അഥവാ സസാനി രാജവംശം. അപ്പോൾ ഈ സസാനി രാജവംശത്തിൻ്റെ പ്രത്യേകത എന്താ? ഈ സസാനി രാജവംശം എന്താ ചെയ്തത്? യൂഫ്രട്ടീസ് റിവറിൻ്റെ സൈഡിലൂടെ റോമൻ സാമ്രാജ്യത്തെ ആക്രമിക്കാൻ തുടങ്ങി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റൂളറായിരുന്നു, ഭരണാധികാരിയായിരുന്നു ആര്? ഷപ്പൂർ വൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഷപ്പൂർ വൺ എന്ത് ചെയ്തു? ഏകദേശം ഒരു 60,000ഓളം വരുന്ന റോമൻ ആർമിയെ തോൽപ്പിച്ചുകൊണ്ട് അവരുടെ ഈസ്റ്റേൺ സൈഡിൽ കിഴക്ക് ഭാഗത്തെ ഒരു നഗരമായിരുന്ന ആൻറ്റിയോക്ക് എന്ത് ചെയ്തു? ഈ സസാനിയൻ ഡൈനാസ്റ്റി എന്ത് ചെയ്തു? കീഴടക്കി. അപ്പോൾ ഈ സസാനിയൻ ഡൈനാസ്റ്റി എന്ത് ചെയ്യാണ്? ആൻറ്റിയോക്ക് എന്ന് പറഞ്ഞ സ്ഥലം കീഴടക്കി. ഇതിന് കാരണമായത് ആരാ? സസാനിയൻ രാജവംശത്തിൻ്റെ റൂളറായിരുന്ന ഷപ്പൂർ വണ്ണാണ്. അപ്പോൾ ഒരു ഭാഗത്തു നിന്ന് ആരുടെ ആക്രമണം? സസാനി രാജവംശത്തിൻ്റെ ആക്രമണം. മറ്റൊരു ഭാഗത്ത് നിന്ന് ആരാക്രമണം? ബാർബേറിയൻസ് എന്ന് വിളിക്കുന്ന, മുമ്പിൽ കാണുന്ന എല്ലാം അടിച്ചു പൊളിക്കുന്ന, തച്ച് തകർക്കുന്ന, എല്ലാം നശിപ്പിച്ചു കൊണ്ടുപോകുന്ന ബാർബേറിയൻസിൻ്റെ ആക്രമണം ഒരു ഭാഗത്ത്. ഈ ബാർബേറിയൻസിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അലൈമൻകാർ, ഫ്രാങ്കുകൾ, ഗോത്തുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് വിവിധ തരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഡാന്യൂബ് നദിയുടെ തീരത്ത് കൂടി എന്ത് ചെയ്യാണ്? ഒരു ഭാഗത്തുനിന്ന് ആരക്രമിച്ചു? റോമൻ സാമ്രാജ്യത്തെ ആക്രമിച്ചിട്ടുണ്ട്. ഡാന്യൂബ് നദിയുടെ തീരത്ത് കൂടി എന്ത് ചെയ്യാണ്? റോമൻ സാമ്രാജ്യത്തെ ആക്രമിച്ചു. അപ്പം ഇങ്ങനെ ഈ ഒരു ആക്രമണം എന്ത് ചെയ്യാണ്? ഈ 3-ാം നൂറ്റാണ്ടിൽ ഒരു ഭാഗത്തുനിന്ന് സസാനിയൻസും മറ്റൊരു ഭാഗത്തും ബാർബറിയൻസിൻ്റെ ആക്രമണം ആര് ഫേസ് ചെയ്യാൻ? റോമൻ സാമ്രാജ്യം ഫേസ് ചെയ്യാണ്. അപ്പോൾ ഈ ആക്രമണത്തെ തടുക്കാനായിട്ട് നല്ല പവർഫുൾ ആയുള്ള റൂളേഴ്സ്, നല്ല ശക്തരായിട്ടുള്ള ഭരണാധികാരികൾ എവിടെയില്ലായിരുന്നു? റോമിലില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു 47 കൊല്ലങ്ങൾക്കിടയിൽ ഏകദേശം 25ഓളം ചക്രവർത്തിമാർ എന്ത് ചെയ്യാണ്? മാറി വന്നതും എന്ത് ചെയ്തു? റോമൻ സാമ്രാജ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു. അതായത് റോമിലി ആക്രമണം നേരിടാൻ നല്ല പവർഫുൾ ആയിട്ടുള്ള റൂളേഴ്സ്, ഭരണാധികാരികളില്ലായിരുന്നു. ഉള്ള ഭരണാധികാരികൾക്കൊന്നും ശക്തി ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് മൊത്തത്തിൽ എന്താണ്? റോമിൽ ഈ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അടുത്തത് റോമിലെ ലേറ്റ് ആൻറ്റിക്വിറ്റി അഥവാ അവസാന പ്രാചീനത, അന്തിമ പുരാതന കാലം. അപ്പോൾ നിങ്ങളോട് റോമിലെ ലേറ്റ് ആൻറ്റിക്വിറ്റി അഥവാ അവസാന പ്രാചീനത ചോദിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് 2 ആളുകളുടെ പേരുകളാണ്. 2 ആളുകൾ ചെയ്ത കാര്യങ്ങളാണ്, കോൺസ്റ്റന്റൈനും ഡയോക്ലീഷ്യനും കേട്ടോ. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളോട് ലേറ്റ് ആൻറ്റിക്വിറ്റി എന്ന് ചോദിക്കുക, നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? കോൺസ്റ്റന്റൈനും ഡയോക്ലീഷ്യൻ്റെ കാര്യങ്ങൾ എഴുതണം. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഇതേപോലെ കോൺസ്റ്റന്റൈനും ഡയോക്ലീഷ്യനും ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യാം? എക്സാമിന് ചോദിക്കാം. അപ്പോൾ ഈ ലേറ്റ് ആൻറ്റിക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? 4th മുതൽ 7th സെഞ്ചുറി വരെയുള്ള കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ലേറ്റ് ആൻറ്റിക്വിറ്റി അഥവാ അന്തിമ പുരാതന കാലം. നിങ്ങൾ ശ്രദ്ധിക്കണം, ലേറ്റ് ആൻറ്റിക്വിറ്റി അഥവാ അന്തിമ പുരാതന കാലം എന്ന് പറഞ്ഞാൽ എന്താ? റോമൻ സാമ്രാജ്യത്തിലെ 4th to 7th സെഞ്ചുറി വരെയുള്ള കാലഘട്ടമാണ്. ഈ സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഈ സമയത്ത് ഉണ്ടായിരുന്നുള്ള പുതിയ റൂളറായിരുന്നു ആര്? കോൺസ്റ്റന്റൈൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ കോൺസ്റ്റന്റൈൻ ചെയ്ത ആദ്യം കാര്യം എന്താ? ഹി മെയ്ഡ് ക്രിസ്ത്യൻ റിലീജിയൻ ആസ് ദി ഒഫീഷ്യൽ റിലീജിയൻ ഓഫ് റോം. റോമിലെ ഔദ്യോഗിക മതമായിട്ട് ഏത് മതത്തെ മാറ്റി? ക്രിസ്തു മതത്തെ മാറ്റി. ശ്രദ്ധിക്കണം, റോമിലെ ഒഫീഷ്യൽ റിലീജിയൻ അഥവാ ഔദ്യോഗിക മതമായിട്ട് ഏത് മതത്തെ മാറ്റി? ക്രിസ്തു മതത്തെ മാറ്റി. അതാണ് എന്ത് ചെയ്തത്? കോൺസ്റ്റന്റൈൻ ചെയ്ത ആദ്യ കാര്യം. അടുത്ത എന്താണ്? ഹി ഇൻട്രൊഡ്യൂസ്ഡ് എ ഗോൾഡ് കോയിൻ കോൾഡ് സോൾഡസ് എന്ന് വിളിക്കുന്ന സ്വർണ്ണ നാണയം ആര് തയ്യാറാക്കി? അത്രയും കാലം റോമിൽ സിൽവർ കോയിനാണ്, അത് മാറ്റി 4 ഗ്രാം തങ്കത്തിലുള്ള സോൾഡസ് എന്ന് വിളിക്കുന്ന ഗോൾഡ് കോയിൻ കൊണ്ടുവന്നു. അത് മാത്രമല്ല, അത്രയും കാലം റോമിൻ്റെ ക്യാപിറ്റൽ ഏതായിരുന്നു? റോമായിരുന്നു. ആ ക്യാപിറ്റൽ റോമിൽ നിന്ന് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ആര് ഷിഫ്റ്റ് ചെയ്തു? കോൺസ്റ്റന്റൈൻ ഷിഫ്റ്റ് ചെയ്തു. ഇത് 3ഉമാണ് ആര് ചെയ്തത്? കോൺസ്റ്റന്റൈൻ ചെയ്തത്. ഇനി അതിനുശേഷം വന്ന ഡയോക്ലീഷ്യൻ ചെയ്ത കാര്യം എന്താണ്? ഡയോക്ലീഷ്യൻ എന്ത് ചെയ്തു? ഹി കട്ട് ഡൗൺ ദ ബൗണ്ടറീസ് ഓഫ് ദി കൺട്രി. അതായത് സാമ്രാജ്യത്തിൻ്റെ അതിർത്തികൾ ഒന്ന് വെട്ടിക്കുറച്ചു. കാരണം അനാവശ്യമായ പൊളിറ്റിക്കലി ആൻഡ് എക്കണോമിക്കലി സിഗ്നിഫിക്കൻ്റ് അല്ലാത്ത, രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായിട്ടും വലിയ ലാഭമില്ലാത്ത സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്തു? ഡയോക്ലീഷ്യൻ ഒഴിവാക്കി. ഡയോക്ലീഷ്യൻ്റെ കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യം ഒരുപാട് വലുതാണ്. അപ്പോൾ ഒരുപാട് വലിയ സാമ്രാജ്യം ഭരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഫോർട്ടിഫൈഡ് ദ ബൗണ്ടറീസ്, അതിർത്തികളൊക്കെ എന്ത് ചെയ്തു? കോട്ട കെട്ടി സംരക്ഷിച്ചു. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഈ എക്സംപ്റ്റഡ് സിറ്റിസൺ ഫ്രോം മിലിറ്ററി സർവീസ് അല്ലേ. അപ്പം അന്നത്തെ കാലത്ത് റോമിലുള്ള ആളുകൾ നിർബന്ധമായിട്ടും പട്ടാളത്തിൽ ചേരണമായിരുന്നു. ആ നിയമം ഒഴിവാക്കിയിട്ട് ഇഷ്ടമുള്ളവർക്ക് മാത്രം പട്ടാളത്തിൽ ചേർന്നാൽ മതി എന്നുള്ള നിയമം കൊണ്ടുവന്നതും ആരാണ്? ഡയോക്ലീഷ്യനാണ്. അപ്പോൾ നിങ്ങളോട് ലേറ്റ് ആൻറ്റിക്വിറ്റി ചോദിക്കുകയാണ്, നിങ്ങൾ അവിടെ എന്ത് ആഡ് ചെയ്യണം? അന്തിമ പുരാതന കാലം അല്ലെങ്കിൽ അവസാന പ്രാചീനത ചോദിക്കുകയാണ്, നിങ്ങളവിടെ കോൺസ്റ്റന്റൈൻ്റെയും ഡയോക്ലീഷ്യൻ്റെയും കാര്യങ്ങൾ ആഡ് ചെയ്യണം. ഇനി ഇത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്നത്, ഇല്ലെങ്കിൽ ഒരാളെ മാത്രം കുറിച്ചും എന്ത് ചെയ്യാം? എക്സാമിന് ചോദിക്കാം. ഇതാണ് ഈ ചാപ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം. ഇത് മാത്രം പഠിച്ചാൽ പോരാ, നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കൂടി പഠിക്കണം. അപ്പോൾ നന്നായി പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക, ജിലായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.